ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ്. അപ്പോൾ സേതു നേരെ പൊന്നുമടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നുമടത്തിലേക്ക് കയറി വന്നുകൊണ്ടേ തന്നെ അപ്പം വേഗം ഹരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സേതുവേട്ടാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു. ഭയങ്കര സന്തോഷം. അപ്പം ദേ സേതുവേട്ടൻ വന്നു, വേഗം ഇറങ്ങി വാ എന്നിങ്ങനെ വേഗം വിളിച്ചു പറയുകയാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കാം. എല്ലാവരും സേതുവേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പൂർണിമാമയും സ്വാതിയും ഋതുവും എല്ലാവരോടും അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അപ്പൊ വേഗം തന്നെ ആഹാ സേതു നീ എത്തിയോ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ വാസം, കൊള്ളായിരുന്നോ എന്ന് ചോദിച്ചു. ഇത്തിരി ആവേശം കൂടിപ്പോയോ എന്നൊരു സംശയം അല്ലേ സേതു, എന്ത് പറ്റി, കുറച്ചുകൂടി നിന്നിരുന്നെങ്കിൽ ആകെ പണി പാളിയാര്, അതെന്തായാലും ഒരു പണിഷ്മെന്റിൽ ഒതുക്കിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചിരിക്കാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, ആവേശം കൂടിയതാ എൻ്റെ അമ്മേ, വേഗം തന്നെ ആ കൈ പിടിച്ച് ദേണ്ട ഈ കയ്യിലേക്കൊക്കെ കൊടുത്തേരെ, ഇല്ലെങ്കിൽ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് സ്വാതി ഇങ്ങനെ പറയാണ്. അപ്പൊ ഇവരിങ്ങനെ അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട എന്നതിൻ്റെ തീരുമാനം, എത്രയും വേഗം തന്നെ അത് നടത്തി കൊടുക്കണം. അതുകൊണ്ട് സേതു നീ ആ ശോഭയും വിളിച്ചു തന്നെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പൂർണിമാമ. ശരി. അപ്പൊ വേഗം തന്നെ വിളിക്കുകയാണ്. കണ്ടോ എന്തൊരു വെപ്രാളോ ഏട്ടന് ഒരു സന്തോഷം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ കളിയാക്കാണ്. അപ്പൊ വേഗം തന്നെ ഋതു അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത്രയും ആവേശം വേണോ, ഇനിയും അവര് വേണമെങ്കിൽ അപ്പീലിന് പോവാൻ ചാൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊക്കെ പോരെ എന്ന് ഋതു ചോദിച്ചെങ്കിലും ആരും അത്ര വലിയ ഗൗനമൊന്നും കൊടുത്തില്ല. എന്നിട്ട് വേഗം പൂർണിമാമ നമ്മുടെ ശോഭനെ വിളിക്കുകയാണ്. അപ്പൊ സേതു വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. എന്താ മോനെ എന്ന് ചോദിച്ചു. അമ്മേ ഞാനാ സേതു, അമ്മയ്ക്കെന്താ സംസാരിക്കണമെന്ന്, ഞാൻ പൂർണിമാമ്മയുടെ കൊടുക്കാവേ എന്ന് പറഞ്ഞു ഫോൺ പൂർണിമാമ്മയുടെ കൊടുത്തു. ഞാൻ പൂർണിമയാ ശോഭയെ എന്ന് പറഞ്ഞു. പറ പൂർണിമേ എന്താ എന്ന് ചോദിച്ചപ്പോൾ അതെ നമുക്ക് ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ, എത്രയും വേഗം തന്നെ അതങ്ങ് നടത്താം, അവിടുന്ന് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ ചെയ്യാം, എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ. അപ്പം വേഗം തന്നെ പൂർണിമ പറയാണ്, നമ്മൾ ഒന്നും ഒരാചാരവും തെറ്റിക്കുന്നില്ല, എല്ലാം നാട്ടു നടപ്പനുസരിച്ച് തന്നെ അങ്ങ് നടന്നോട്ടെ. അതെന്ന് വെച്ചാ മനസ്സിലായില്ല. അതെ പെണ്ണ് കാണലും പിന്നെ നിശ്ചയോ ജാതകം നോക്കലും ജാതകം കുറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും എല്ലാം അതൊക്കെ വേണോ, ഇവരിത്രയും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ, ശോഭ എതിര് പറയരുത്. ശരി, എന്നാൽ ഞാൻ മാഷ് വരുമ്പോൾ സംസാരിക്കാം, അതിനുശേഷം ഞാൻ അവിടേക്ക് വിളിച്ചു പറയാം. ഇനിയിപ്പോ എന്നാന്ന് നമുക്കൊന്ന് തീരുമാനിക്കണ്ടേ? ഇനി തീരുമാനിക്കാനൊന്നുമില്ല, ഒന്നും വെച്ച് താമസിപ്പിക്കരുത് ശുഭകാര്യങ്ങൾ എന്നാ പറയാറ്, അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ പെണ്ണ് കാണാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കും. ശരി എന്നാ എന്ന് പറഞ്ഞ് പൂർണിമാമ വെച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായി. എന്തായി സംസാരിച്ചിട്ടെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പൊ പറയണം, നാളെ നമ്മളെല്ലാവരുടെ പെണ്ണ് കാണാൻ പോകുന്നു, ഓക്കെ, പല്ലവീനെ സേതുവിന് നേടിത്തരാൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും സേതുവിന് ഭയങ്കര സന്തോഷം. നോക്കി ഏട്ടൻ്റെ ഒരു സന്തോഷം ഇപ്പൊ തന്നെ കിട്ടിയാൽ ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരുടെ സേതുവിനെ ഇട്ട് കളിയാക്കി വരും കേട്ടോ. പിന്നെ എന്നൊക്കെ പറഞ്ഞ് സേതു ഒഴിഞ്ഞു മാറി. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയാണ്. അപ്പൊ വിശ്വം വീട്ടിൽ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജലക്ഷ്മി അവിടെ നിൽപ്പുണ്ട്. എടാ ഇത്രയ്ക്ക് ദുഷ്ടനാവരുത്, നീ ഇങ്ങനെ ഇരുന്ന് വെട്ടി വിഴുകിക്കോ, നിന്നെ ഏട്ടൻ ഭക്ഷണം പോലും കഴിക്കാതെ ദേണ്ട അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്, അവന്റെ സങ്കടത്തില് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുമെങ്കിലും നിനക്ക് ചെയ്തൂടെ? അമ്മേ, ആ ഏട്ടനെ ഈ സാഹചര്യത്തിൽ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നൊന്നും അത്ര നല്ലതല്ല, ഏട്ടൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് പോലും അറിയില്ല, അതാ ഞാൻ പറഞ്ഞത്. എന്നാലും നിന്റെ കൂടപ്പിറപ്പില്ലേടാ അവൻ, അതെങ്കിലും നിനക്കൊന്ന് ഓർത്തുകൂടെ? അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇല്ലടാ നിങ്ങളൊന്നും തെറ്റ് ചെയ്തില്ല, ഈ ഞാനാ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഇങ്ങനെ ഒച്ചയ്ക്ക് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ ഇറങ്ങി വന്നു. എന്താ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കച്ചറ എന്തിന്റെ പേരിലാ? ഇനി എന്റെ പേരിലാണോ? മോനെ നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു കഴിച്ചിട്ടില്ലാന്ന്? അമ്മയ്ക്കത് വെറും തോന്നിയതാ. ഞാൻ ഒരു പ്ലേറ്റ് നിരാശ കഴിച്ചു, പിന്നെ ഒരു പ്ലേറ്റ് സങ്കടം കഴിച്ചു, ഒരു പ്ലേറ്റ് അവഗണന കഴിച്ചു, പിന്നെ എല്ലാവരുടെ മുൻപിൽ ഒരു പ്ലേറ്റ് നാണം കെട്ടലും കഴിച്ചു. അത്രയൊക്കെ ഞാൻ കഴിച്ചപ്പോൾ പിന്നെ എനിക്കിനി എങ്ങനെ വിശക്കാനാമേ? എനിക്ക് ഒട്ടും വിശപ്പില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഫുഡ് കഴിക്കാത്തത്. എൻ്റെ മോനെ നീ എന്തിനാ അവളെ ഓർത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ അവിടെ ഇരുന്നിട്ട് വിശ്വം പറയാണ്, അതെ ഏട്ടന് ഇനിയും ആ ഏട്ടത്തി അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഏട്ടത്തി അമ്മയോ? ആരുടെ ഏട്ടത്തി അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ചൂടാകാണ്. അതെ
ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നാളെ ഏട്ടത്തി അമ്മയുടെയും സേതു ഏട്ടനെയും പെണ്ണുകാണലും ഉറപ്പീരും ഒക്കെയാണ് നടക്കാൻ പോണത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഇന്ദ്രൻ. അത് തന്നെ, എടാ നീ ഒരു വാക്ക് മുളിച്ചാൽ മതി, നിനക്ക് എത്ര പെണ്ണിന് വേണമെങ്കിലും ഈ അമ്മ കണ്ടുപിടിച്ചു തരും. നീ ഒന്ന് വാക്ക് മോള്, നാളെങ്കിൽ നാളെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാള്, എത്രയും വേഗം തന്നെ ഞൊടിയിടയിൽ നമ്മൾ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരും. അതിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരാം, നീ ഒന്ന് മൂളിയാ മാത്രം മതി എന്ന് പറഞ്ഞ രാജലക്ഷ്മി. എൻ്റെ അമ്മ, എനിക്ക് ഒരു പെണ്ണ് കെട്ടാനുള്ള മൂടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവള് പോട്ടെ, അവളെ ഞാൻ മറന്നു. ഇനി അവളുടെ പുറകെ ഞാൻ എന്തിനാ പോണത്? അത് തന്നെ, അങ്ങനെ തന്നെ വേണം. നീ എൻ്റെ മോനല്ലേ, അപ്പൊ പിന്നെ അങ്ങനെയല്ലേ പെരുമാറാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിക്കാണ്. അത് തന്നെ, ഒരു സംശയവും വേണ്ട, അവള് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ വേറൊരു പെണ്ണ്, ഇപ്പൊ തൽക്കാലം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ചിന്തിക്കുമ്പോ ഞാൻ അമ്മയോട് പറയാം, അന്നേരം അമ്മ കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ മോനൊരു സമാധാനമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അതൊക്കെ കഴിക്കാന്നേ. പിന്നെ എനിക്ക് ഒരു സങ്കടമുള്ളൂ അമ്മേ എന്ന് പറഞ്ഞു. എന്താ? അമ്മയുടെ ഈ വേഷം, സത്യത്തിലെ ഈ വേഷം വേണ്ടായിരുന്നു, പഴയ വേഷത്തിൽ തന്നെയായിരുന്നു അമ്മയെ കാണാൻ സുന്ദരി. ആണോ? പക്ഷെ മോനെ ആ ശപഥം ചെയ്യണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. കാണുമ്പോഴേ എന്തോ ഒരു എന്താ പറയുക, എന്തുകൊണ്ട് പോലെ ഒരു തോന്നല്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ദ്രനകത്തേക്ക് കയറി പോവാ. ശപഥം വെറുതെ വേണ്ടായിരുന്നു. ഇവർ രാജലക്ഷ്മി നോക്കിയപ്പോൾ എന്തോ പോലെ തോന്നുകയാണ്. വേഗം വിശ്വത്തിൻ്റെ അടുത്തേക്ക് വന്നു. എടാ, എന്നെ കാണാനായിട്ട് എന്തോ പോലെ ഉണ്ടോ? നേരത്തെ ആയിരുന്നു ഞാൻ നല്ലതാ, ഇപ്പൊ കാണാൻ രസമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു. കുറച്ച് മേക്കപ്പ് കൂട്ടിയാൽ നന്നായിരിക്കുമോ? എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും ചെയ്യാം. ഓ, ഇവന്റെ ഒരു കാര്യം, ഇവന് ഒന്നും അറിയില്ല. ഇവനാണെങ്കിൽ ഒരഭിപ്രായവും ഇല്ല, ഒരു കളർ സെൻസും ഇല്ല, പിന്നെന്താ ഒരു മേക്കപ്പ് സെൻസും ഇല്ല, ഒന്നുമില്ലാത്തൊരുത്തെ എന്ന് പറഞ്ഞ കണ്ണാടിയിലൊക്കെ ചെന്നിങ്ങനെ നോക്കിയിട്ട്, ഓ വേണ്ടായിരുന്നു, ഈ ശപഥത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അവൻ പറഞ്ഞതുപോലെ ഇത്തിരി അത്രയ്ക്ക് ഒരു സുഖമില്ല, കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, സങ്കടപ്പെട്ട്. പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ്. അപ്പോൾ പല്ലവി ഇതേ കാട്ടിലെ അമ്പലത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ മടങ്ങുന്ന സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇതേ കണ്ടപ്പോഴേക്ക് ഓടി വന്നു കേട്ടോ. വേദ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചീനെ മറന്നില്ല അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ വേദ? ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞു. എന്താ ഇന്ന് പതിവില്ലാതെ ക്ഷേത്രത്തില്? ഇന്നേ സേതുവേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. പെണ്ണ് കാണാനോ? അതൊക്കെ അമ്മയുടെ ഒരാഗ്രഹം. ഇനിയിപ്പോൾ ഞങ്ങൾ അതിന് നിന്ന് കൊടുത്തില്ല എന്ന് വേണ്ടാന്ന് വെച്ച് എല്ലാം ആചാരം പോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാ കല്യാണം? അത് മിക്കവാറും ചിങ്ങത്തിലേ കാണുള്ളൂ എന്നാ തോന്നുന്നത്. എല്ലാം ഒത്തുവരണ്ടേ? രണ്ടുപേർക്കും കല്യാണത്തിനുള്ള സമയം കിട്ടണം, അതുപോലെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. സേതുവേട്ടനാണെങ്കിൽ ഇന്നെങ്കിൽ ഇന്ന്, നാളെ എങ്കിൽ നാളെ എന്ന് പറഞ്ഞ് അത്ര തിരക്ക് പിടിച്ചായിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, വിക്രവും വേദയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അതൊരിക്കലും തീരില്ല ചേച്ചി. അത് ഞങ്ങളുടെ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്കിൽ ഒരാഴ്ച നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുക, ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. വരാം, ചേച്ചിയുടെ കൂടെ തന്നെ വന്ന് നിൽക്കാം എന്നൊക്കെ വേദ എന്താ പറയുക, സമ്മതിക്കാണ് കേട്ടോ. കല്യാണത്തിന് വിളിക്കും, ഉറപ്പായിട്ട് വരും, തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു വേദ. അപ്പൊ ചിങ്ങത്തില് എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേദയോട് യാത്രയൊക്കെ പറഞ്ഞ് പല്ലവി നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ്. അപ്പൊ പ്രതാപൻ ആള് നടുവൊക്കെ ഒടിഞ്ഞ്, എൻ്റെ പോലെ ഒരു രക്ഷയില്ല, ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും യാതൊരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പ്രതാപനെത്തി. പ്രതാപനിങ്ങനെ എടി മഞ്ജു എൻ്റെ ഫോൺ വിടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. മഞ്ജു ആണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതൊക്കെ എഴുന്നേറ്റ് വേഴഞ്ഞും വലിഞ്ഞും വന്ന് ഫോണിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ഞു ബിസ്ക്കറ്റൊക്കെ തിന്ന് ആസ്വദിച്ച് വരികയാണ്. എന്താ ബിസ്ക്കറ്റ് വേണോ എന്ന് ചോദിച്ചു. എടി എൻ്റെ ഫോൺ എവിടെ? ഇതല്ലേ ഇരിക്കുന്നത്. ഓ, വേഗം ഫോൺ എടുത്തു ആള്. എന്നിട്ട് ഫോണിൽ നേരെ ഇന്ദ്രനെ ഫോൺ വിളിക്കാനായിട്ടാണ് പുറപ്പെടുന്നത് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നമ്മുടെ പപ്പിയുടെ സാരി എടുത്താണ് ഈ മഞ്ജു കൊടുത്തിരിക്കുന്നത്. എടി, ഇതിൻ്റെ പപ്പിയുടെ സാരിയല്ലേ? അതെ. നീ പിന്നെ എന്തിനാ കൊടുത്തെടുത്തത്? എടി, അവളെങ്ങാനും അറിയാതിരിക്കണമെങ്കിലേ അതിനു മുൻപ് തന്നെ കഴിയുകയാണെങ്കിൽ അലമാരിയിൽ സ്വന്തമായിട്ടങ്ങ് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവള് റൂമിലേക്ക് പോയി. ഇതിൻ്റെയൊക്കെ ഒരു കാര്യം, എൻ്റെ ഈശ്വര, ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്നു. എന്നിട്ട് നേരെ ഇന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പം ഇന്ദ്രൻ ഫോൺ എടുത്തു. പ്രതാപ, എന്തായി ആരോഗ്യസ്ഥിതിയൊക്കെ? സത്യം പറയാലോ എൻ്റെ പൊന്നിന്ദ്ര,
എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. ഈ ചതഞ്ഞിട്ട് എവിടേക്കാ ചതവെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് ചതവായി പോയി. സത്യത്തിൽ താൻ ഭാഗ്യവാനാ, തനിക്ക് ഇടിയൊന്നും കിട്ടിയില്ലല്ലോ, മൊത്തം കിട്ടിയത് എനിക്കല്ലേ. എന്നാലും താൻ ഒഴിഞ്ഞു മാറിയല്ലോ. ഒഴിഞ്ഞു മാറിയതൊന്നും അല്ല ഇന്ദ്ര. ഞാന് മറ്റൊന്നും കൊണ്ടല്ല, ഏത് തരക്കാരനാവൻ എന്നൊന്നും അറിയില്ലല്ലോ. ഇനി പോലീസ് എങ്ങാനും ആണെങ്കിൽ അത് വള്ളിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാ ഞാൻ മാറി നിന്നത്. താന് എന്നോട് വേറൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു. ആ സാരമില്ലടോ, എന്താണെങ്കിലും തനിക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എനിക്ക് നല്ല ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവും. താൻ കുറച്ച് പൈസ എനിക്ക് അയച്ചതാ എന്ന് പറഞ്ഞു. മറ്റൊന്നിനല്ല, ഹോസ്പിറ്റലിൽ പോകാനാ. അതിനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ലെന്ദ്ര. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്താണെങ്കിലും താൻ എന്നെ ഒന്ന് സഹായിക്കാം. ഞാൻ സഹായിക്കാം. താൻ എന്തൊന്നുമില്ലേലും എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇടികൊണ്ടത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ ഇന്ദ്രൻ. തനിക്ക് വേണ്ട പൈസ അത് ഞാൻ അയച്ചു തരിക തന്നെ ചെയ്യും. താൻ ചോദിച്ചില്ലെങ്കിൽ തനിക്ക് ഞാൻ തരും. അത് ഞാൻ ഇപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നീര് വന്ന് ചത്തുപോകും എന്നും പ്രതാപൻ പറയുന്നുണ്ട്. താൻ വിഷമിക്കാതെ നല്ലൊരു ഡോക്ടറെ തന്നെ താൻ പോയി കാണാം. ശരി, എന്നാ അതിനുശേഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഇവര് ഫോൺ വെച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ മഞ്ജുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പ്രതാപന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് മനസ്സിലായി. അതെ, നീ കണ്ടോ, അവളുടെ അന്ത്യം കണ്ടിട്ടേ ഈ പ്രതാപൻ അടങ്ങും. ബിസ്ക്കറ്റ് തിന്നോണ്ടിരിക്കാതെ കുറച്ച് വെള്ളം ചൂടാക്കടി, എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മോ എന്ന് നിലവിളിച്ചോണ്ട് ആ റൂമിലേക്ക് പോവാണ്. നമ്മുടെ ബിന്ദുവിനോട് വെള്ളം ചൂടാക്കാൻ പറഞ്ഞപ്പോൾ ബിന്ദുവൊക്കെ ഇവിടെ നിന്നിട്ട്, ഇയാളുടെ കൂടെ, ഈ കിഴങ്ങന്റെ കൂടെ നിന്നാല് എൻ്റെ മഹിളാ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു മോഹം നടക്കുന്നു തോന്നില്ല. മറ്റേതെങ്കിലും കോന്തനെ വളച്ച് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ശോഭയുടെ എഴുത്തുപുരയിലാണ്, വീട്ടിലാണ്. അപ്പൊ പല്ലവി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. പെണ്ണ് കാണാനായിട്ട് സേതുവേട്ടൻ വരുമല്ലോ. അപ്പൊ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ശോഭ റെഡിയാക്കി വെച്ചു. എന്നിട്ട് എപ്പോഴും ശരിയും റെഡി. നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ മോളെ? എൻ്റെ പൊന്നമ്മേ, അവര് മാളികയിലാ താമസിക്കുന്നത് എന്ന് വെച്ച് അവർക്ക് സാധാരണ ആൾക്കാരാ, നമ്മളെപ്പോലെ തന്നെ. മോളുടെ ഭാഗ്യം അല്ലാണ്ട് എന്താ? അല്ല, ജാതകം നോക്കാനായിട്ട് ജോത്സ്യർ വരുവോ? പറഞ്ഞിട്ടുണ്ടോ? അച്ഛനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്മ കിടന്നിങ്ങനെ വെപ്രാളം പിടിക്കല്ലേ. അപ്പൊ നമ്മുടെ പാറു ഓടിയിരിപ്പുണ്ട്. എൻ്റെ പൊന്നമ്മ, ഇനി എന്തിനാ ജാതകമൊക്കെ നോക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് സ്ലാബുമ്മ കയറിയിരുന്ന് കൂടുതൽ അഭിപ്രായം ഒന്നും പറയല്ലേ. ഇതൊക്കെ നിർബന്ധം നമ്മുടെ പൂർണിമയ്ക്ക് തന്നെയല്ലേ. എല്ലാം ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ. ചെറുക്കൻ്റെ വീട്ടുകാരൊരു ആഗ്രഹം പറയുമ്പോൾ നമ്മളത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ജാതകം ചേരും. അല്ലെങ്കിൽ ജാതകം ചേരില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇത്രയ്ക്ക് അടുക്കില്ലായിരുന്നല്ലോ. മനപ്പൊരുത്തവും ജാതക പൊരുത്തവും ഒക്കെ ഒന്ന് തന്നെയാ. അതുണ്ടെങ്കിൽ എല്ലാ പൊരുത്തവും ഒരുമിച്ച് തന്നെ വന്നോളും എന്നൊക്കെ ശോഭ ഇങ്ങനെ പറയാ. അല്ല, വിശ്വനോട് വരാൻ പറയണ്ടേ? വിശ്വൻ ഈ മരുമകനല്ലേ? അപ്പോ ഞാൻ വിളിച്ചതാ. അവിടുന്ന് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നാ വിശ്വൻ പറഞ്ഞത്. ഇന്ദ്രൻ അത്രയ്ക്ക് ഡൗൺ ആന്നാ പറഞ്ഞത്. ഡൗണോ? അവൻ കള്ളത്തരവാ. തോന്നിവാസം കാണിക്കാനൊന്നും അവന് യാതൊരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ വെറും അഭിനയാ. വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇനി വഴക്കിനൊന്ന് പോണ്ട മോളെ. അവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ അങ്ങ് മറന്നേക്ക്. ഇനി അവൻ നിന്റെ മനസ്സിൽ ഉണ്ടാവാൻ പോലും പാടില്ല, ശത്രുവായിട്ട് പോലും. ഞാനല്ലല്ലോ, അയാളല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനുള്ള പരിഹാരമാണ് ഈ കല്യാണം. നീയും സേതുവും തമ്മിലുള്ള കല്യാണം നടന്ന ഇന്ദ്രൻ പതിയെ നിന്നെ അങ്ങ് മറന്നോളൂ. എങ്കിൽ അങ്ങേർക്ക് കൊള്ളാം. എൻ്റെ ദൈവമേ, എടി നിനക്കതൊന്ന് ഓഫ് ചെയ്തൂടായിരുന്നോ? വേണ്ടേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വേഗം ശോഭ അത് ഓഫാക്കുകയാണ്. പാലൊക്കെ തിളച്ചു പോയി കേട്ടോ. അത് കണ്ടിട്ട് എന്തുവാടി ഇത് എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരുടെ ശോഭയൊക്കെ കളിയാക്കി ഇതേ സുന്ദരൻ ഒഴുങ്ങി റെഡി ആകുകയാണ് കേട്ടോ. അപ്പൊ ഷർട്ടൊക്കെ ഇട്ടു. അപ്പൊ വേഗം തന്നെ അത് ഷർട്ട് ഇട്ടത് ഊരാണ്. ഇത് ഊര് എന്ന് പറഞ്ഞു. അപ്പൊ ഹരി വന്നിട്ട് ഇത് ഊരിക്കാണ്. എടാ, ഇത് പെണ്ണ് കാണലല്ലേ, കല്യാണമൊന്നും അല്ലല്ലോ. എടാ, ഇത് മതി, ഇത് ഓക്കെയാണ്. അതിന് ഈ ഷർട്ട് വേണ്ടേ? വേറൊന്നും ഇല്ലേ? ഇതൊന്നും വേണ്ട, വേറെ ഒരെണ്ണം എടുത്തിട്ട് എന്ന് പറഞ്ഞോണ്ട് ഹരി അത് വലിച്ചൂരുവാണ് കേട്ടോ. അപ്പൊ മുണ്ടൂര കഴിഞ്ഞപ്പോ മുണ്ടും ഇത് മതി. ഇവൻ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, ഇവൻ എന്തൊരു വയ്യാവേലിയാണ്. ഇതിട്ടാ മതി എന്ന് പറഞ്ഞു കൊടുത്തു. ആ, ഈ ഷർട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അച്ചു രണ്ടും കൊള്ളാം എന്ന് പറഞ്ഞു. അതെ,
പന്തല് മണിക്ക് വന്ന് എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചില്ലേ, അതിലും വലിയതൊന്നും അല്ലേ ഇതൊന്നും ഇപ്പൊ സംഭവിക്കാൻ പോണത്. ആ അപ്പൊ അതെ സ്വാധീനം വന്നു. സേതുവേട്ടാ ദേ അവിടെ വഴക്ക് തുടങ്ങി. സേതുവേട്ടാ ആ വഴക്കോ? ഋതു ചേച്ചി വരുന്നില്ല എന്ന്. അമ്മയ്ക്ക് പിന്നെ വേറെ എന്തെങ്കിലും വേണോ? അതെന്താ അവള് വരാത്തത്? ഏതോ ക്യാമ്പിന് പോണോന്നാ പറയണത്. അത് ഈ ചടങ്ങ് കഴിഞ്ഞു പോയാൽ മതി. അവളോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ നിൽക്കാണ്. ഒരു മെഡിറ്റേഷൻ ക്യാമ്പിന് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത്. അപ്പം ഋതുവിനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും ഇവിടെ ഇങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ പൂർണിമയും നമ്മുടെ സ്വാതിയും ഒക്കെ ഉണ്ട്. അതെ എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ച് സേതു. അല്ല എന്താ ഋതു ഇത്? എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങല്ലേ നടക്കാൻ പോണത്. അപ്പോ നീ ഇല്ലെങ്കിൽ എങ്ങനെയാ എന്ന് ചോദിച്ചോ. എനിക്ക് ക്യാമ്പിന് പോണം. അങ്ങനെ ഇപ്പൊ ക്യാമ്പിന് പോണ്ട, ഞാൻ പോകും എന്ന് പറഞ്ഞു. അതെ ഋതു വഴക്ക് വേണ്ട, ആദ്യം പല്ലവിയുടെ വീട്ടില്, അതിനുശേഷം മതി എന്തും എന്ന് പറഞ്ഞു. ദേ അപ്പം ഋതു ആകെ എങ്ങനെ നോക്കിയിരുന്നു. നീ വേഗം റെഡി ആവും മോളെ. അത് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ സേതുമാധവന്റെ കൂടെ നിങ്ങൾ 3 അനിയത്തിമാരും കൂടെ ഉണ്ടാവണം. എങ്കിലേ എനിക്കൊരു അന്തസ്സൊക്കെ ഉണ്ടാവോ. അപ്പോ ഞങ്ങളൊന്നും വേണ്ട അല്ലേ, അനിയത്തിമാര് മാത്രം മതിയോ എന്ന് ചോദിച്ചു പൂർണിമ. അനിയത്തിമാരെ തന്നത് ഈ അമ്മയല്ലേ, അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ പറ്റുമോ? അമ്മ ഋതുവിനോട് പോകാൻ വേഗം റെഡിയാകാൻ പറഞ്ഞു. അതനുസരിച്ച് ഋതു പോവാണ് കേട്ടോ. അപ്പൊ ഡ്രസ്സൊന്നും ഞാൻ മാറില്ല, ഇതൊക്കെ മതി എന്ന് പറഞ്ഞു വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കണം. ഈ സമയത്താണ് എല്ലാ കാര്യങ്ങളും സെറ്റായി. അപ്പം ഞാനും വരണ്ടേന്ന് ഹരി ഇങ്ങനെ ചോദിക്കാണ്. പിന്നെ നീ വരാതെ എല്ലാവരോടെ ചേരുമ്പോഴല്ലേടാ, നീ ഇല്ലെങ്കിൽ അച്ചു ഇല്ല, അച്ചു ഇല്ലെങ്കിൽ ഞാനും ഇല്ല, അങ്ങനെ വരുമ്പോ എല്ലാരും വേണ്ടേ, അതുകൊണ്ട് നമ്മൾ എല്ലാവരോടെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരുടെ പുറത്തേക്ക് പോയി. സേതു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്നത് വമ്പൻ ടിസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.